പാലാവയൽ പാലം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇത് പാലാന്തരം പോകുന്ന വഴിയാണ്. പാലാന്തരം ഉമ്മയൻചാലിൻ്റെ വഴി, ഉമ്മയൻചാൽ പാലാന്തരം. അരുൺപൂപ്പറമ്പ ചേരുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? കോഴിച്ചാലേക്ക് പോകുന്ന വഴി ഒരു ഒന്നി ഇറങ്ങിയിട്ട് അത് പകല്. വിനീത, നിലവിൽ ഈ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പാലാവയൽ പുളിങ്ങോം മേഖലകളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. അവിടെ ഈ പാലാവയൽ പാലം പൂർണ്ണമായും തന്നെ മുങ്ങിയിട്ടുണ്ട്, വെള്ളത്താൽ മുങ്ങിയിട്ടുണ്ട്. ഇത് കർണാടക വനമേഖലയുടെ താഴ്ഭാഗമാണ്. ഈ തയ്യേനിയിലാണ് ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടി എന്നിപ്പോൾ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നുണ്ട്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ണൂർ കാസർഗോഡ് അതിർത്തി പ്രദേശം കൂടിയാണ്. ഈ പുളിങ്ങോം ടൗൺ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ്. മറ്റ് പാലാവയൽ ഉൾപ്പെടെ കാസർഗോഡിന്റെ ഭാഗമാണ്. എന്തായാലും അവിടെ ആ പ്രദേശങ്ങളിൽ പൂർണ്ണമായും തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകൾ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് വീട്ടുകാരെല്ലാം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തയ്യേനി മേഖലയിലൊക്കെ ഈ വെള്ളം കുത്തിയൊലിച്ചാണ് താഴോട്ട് ഇറങ്ങുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയോരമാണ്, ഈ ഒരു മലപ്രദേശമാണ്. മുകൾ ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഈ വെള്ളം താഴോട്ട് കുത്തിയൊലിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അവിടുത്തെ ജലാശയങ്ങൾ ഉൾപ്പെടെ ഈ പാലാവയൽ പുഴ അതിന്റെ കുറുകെയുള്ള പാലം ഉൾപ്പെടെ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുളിങ്ങോം മേഖലയിലും വെള്ളം കയറിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ശരി അരുൺ, സൂക്ഷിച്ച് യാത്ര ചെയ്യുക. പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ടൗണിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയായിരുന്നു അരുൺ പൂപ്പറമ്പ.